മന്ത്രി റോഷി അഗസ്റ്റിൻ റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. പലതരത്തിലുള്ള നമ്മളെന്തു പറഞ്ഞാലും അതിൻ്റെ ആംഗിളുകളൊക്കെ മാറി വരുന്നൊരു സാഹചര്യം. എനിക്ക് തോന്നുന്നു ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്ന് താങ്കൾ സതുദ്ദേശത്തോടെ മൈക്ക് വാങ്ങി പറഞ്ഞതുപോലും പിന്നീട് വിവാദമാകുന്നത് കണ്ടു. ഇനിയെങ്കിലും ഒരു വിവാദം ഉണ്ടാകരുത്. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, റിപ്പോർട്ടർ ടി വിയിലും പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയിലൊരു വിഷയമുണ്ടെന്നുള്ള തോന്നലിനോ ഞാനും ജോസ് കെ മാണി തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊരു ധാരണയ്ക്കോ ഒന്നും ഒരു പ്രസക്തിയില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും പാർട്ടിയുടെ യുണൈക്കായിട്ടുള്ള പ്രവർത്തനവും ഒരു മുറിവ് ഏൽപ്പിക്കാൻ ആർക്കും സാധിക്കുന്നതല്ല. ഞാൻ ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോഴും അതിനുശേഷം ജോസ് കെ മാണി ആ വിഷയത്തെക്കുറിച്ച് പ്രതികരണം പറയുമ്പോഴും ഞങ്ങൾ ഒരേ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പാർട്ടിയുടെ ലീഡർ എന്ന നിലയിൽ പാർലമെൻ്ററി പാർട്ടിയുടെ ചുമതല എനിക്കുണ്ടെങ്കിലും പാർട്ടി ചെയർമാനാണ് പാർട്ടിയുടെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുന്ന, പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന വ്യക്തി. പാർട്ടി ചെയർമാനോടൊപ്പവും അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നും പ്രവർത്തിക്കൽ മാത്രമാണ് എൻ്റെ ഇപ്പം നിലവിലുള്ള ഉത്തരവാദിത്വം. ഇതൊക്കെ വളരെ ആ നിലയിൽ പോകുന്നൊരു പാർട്ടി സംവിധാനത്തെ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് വളച്ചൊടിച്ച് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പം വലിയ മാനസികമായ വിഷമവും വ്യതയും തോന്നി. സാധാരണക്കാരി തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഒരു വല്ലാത്ത വിഷമം. എന്നെ ഇത്രയും കാലം അറിയാവുന്ന ജനങ്ങളിൽ എനിക്കിതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ യാതൊരു തര പ്രസക്തിയില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായി എന്നും വെളിപ്പെടുത്തുന്നത് പാർട്ടി ചെയർമാനാണ്. അത് ജോസ് കെ മാണി തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, പണ്ട് മാണി ഗ്രൂപ്പിലേക്ക് ജോസഫ് ഗ്രൂപ്പ് വന്ന സമയത്ത് ഡൽഹി വെച്ച് പി ജോസഫ് എവിടെ മത്സരിക്കും, തൊടുപുഴ ആര് മത്സരിക്കും എന്ന് മാണി സാറിനോട് ചോദിച്ചപ്പം തൊടുപുഴ മത്സരിക്കുമെന്ന് പറഞ്ഞു. പാർട്ടിയുടെ ലീഡർഷിപ്പ് എപ്പോഴും അതാണല്ലോ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി. എന്ന് പറഞ്ഞതുപോലെ ഒരു ആശയക്കുഴപ്പത്തിനും ഇട നൽകാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത നിലയിൽ പരസ്പരമായ ധാരണകളും വിശ്വാസവും ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രബലമായി നിന്ന് പോകുന്നൊരു സ്ഥിതിവിശേഷമായിരുന്നു കേരളത്തിലുള്ളത്. ഈ പാർട്ടി ഒരു തീരുമാനമെടുക്കാതെ താങ്കൾ സതുദ്ദേശത്തോടെ പറഞ്ഞാണെന്ന് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു. അങ്ങനെ പറഞ്ഞു എന്നതാണോ പലതരത്തിലും വിവാദത്തിന് കാരണം? അതിനും കാരണമില്ല. ഞാനിത് ഉടനെ പറഞ്ഞു പാർട്ടി തീരുമാനിക്കുമെന്നും എൻ്റെ സ്റ്റേറ്റിനെ പുനഃപരിശോധിക്കാം. ഞാനിത് പറയുമ്പോഴും പാർട്ടി തീരുമാനിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നതല്ലല്ലോ, പ്രഖ്യാപനം നടത്താനുള്ള അവകാശമുള്ള ആളല്ല ഞാൻ. ഈ കാര്യം പറയുമ്പോഴും തീരുമാനം പാർട്ടി ആയിരിക്കും എന്ന് ഞാൻ അന്നേരം പറഞ്ഞു വെക്കുന്നുണ്ട്. ചർച്ചകൾ പോയി കേരള കോൺഗ്രസ് റോ ഗ്രൂപ്പ് വരും എന്ന തരത്തിൽ വരെ എത്തി കാര്യങ്ങൾ. എന്ത് ഒരു കാലഘട്ടം എന്ന് ആലോചിച്ചുകൊള്ളുക. റോയും ഇല്ല, എൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പും ഇല്ല. ഞാൻ പൊതുരംഗത്ത് ഇത്രയും കാലം എങ്ങനെ പോന്നോ അതിനപ്പുറത്തോട്ട് ചിന്തിക്കുന്നയാളോ ഭാവിയിലും അങ്ങനെ നിലപാട് സ്വീകരിക്കുകയോ സംവിധാനത്തിന് പോവുകയോ ചെയ്യുന്ന ഒരു നിലപാടും എനിക്കില്ലെന്ന് മാത്രമല്ല, ചിന്തിക്കുന്ന പ്രശ്നം എനിക്കില്ല. അങ്ങനെ എന്നെ ആരും പൊതുസമൂഹത്തിൽ കണ്ടിട്ടുമില്ല. ഞാൻ മാണി സാറിനൂടെ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ചു. ഇന്ന് ജോസ് കെ മാണിയോടൊപ്പം പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ആ നിലപാടുകളിലാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിലൊന്നൊരു ആശയക്കുഴപ്പം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഉണ്ടാകരുത്. ഈ ചാനലിൽ കൂടിയെങ്കിലും എൻ്റെ ഒരു നിർദ്ദേശവും ജനങ്ങൾ സ്വീകരിക്കേണ്ട ഒരു നടപടിയും എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കത്തക്ക വാർത്തകൾ ഉണ്ടാകരുത്. ഇനിയെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യണം. ഒരു കാര്യമില്ലാത്തൊരു വ്യക്തി എന്തിനാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരത്തിലുള്ള ധാരണകൾക്ക് ഇടം കൊടുക്കുകയും ചെയ്യുന്നത്? കേരള കോൺഗ്രസിന് വിഷയങ്ങളില്ലാന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടമാണല്ലോ ഇത്. കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് അത്തരത്തിലുള്ള യാതൊരു ഇടപെടലുകൾക്കും പ്രസക്തിയില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയല്ല. എൻ്റെ നിലപാടതല്ല. എന്നെ അറിയാവുന്ന പൊതുസമൂഹത്തിനറിയാം. കേരള കോൺഗ്രസിൻ്റെ ആത്മാവ് കെ മാണി ആണെങ്കിൽ ആ ആത്മാവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ചരിത്രവും പാരമ്പര്യവും മാത്രമാണ് എനിക്കുള്ളത്. അതിൻ്റെ പൈതൃകം ഇന്ന് കേരളത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് അക്കൂടെ തന്നെ ഉണ്ടാവുകയും ജോസ് കെ മാണി ചെയർമാനാകുന്ന ഈ പാർട്ടിയിൽ അദ്ദേഹത്തെ നേതാവായി അംഗീകരിച്ച് പോവുകയും ചെയ്യുന്നതിനപ്പുറം എന്നിൽ നിന്നൊന്നും നാളിതുവരെ ഉണ്ടായിട്ടുമില്ല, പ്രതീക്ഷിച്ചിട്ടില്ല, ആരും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം, ജോസ് കെ മാണി പാലയിൽ മത്സരിക്കാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നിഷ ജോസ് കെ മാണി മത്സരിക്കാൻ പോകുന്നു. അതിനോട് താങ്കൾക്ക് താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണിയുടെ പേര് മുൻകൂട്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ് എന്ന തരത്തിൽ വരെ വിമർശനങ്ങൾ. അത്തരം വിമർശനങ്ങൾക്ക് ഞാൻ എന്താ മറുപടി പറയേണ്ടത്? അവിടെ ആര് മത്സരിക്കുമെന്ന് പാർട്ടി വ്യക്തമാക്കുമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ ആ പറഞ്ഞതിനപ്പുറത്തോട്ടൊരു സെൻറ്റൻസ് പറയുന്നത് വീണ്ടും വിഷയങ്ങൾക്ക് ഇട കൊടുക്കുകയുള്ളൂ. അല്ല, കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി അതിൻ്റെ സ്റ്റെപ്പിന് അർത്ഥമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും തുടങ്ങിയിട്ടുള്ള കാലമല്ല. അത്തരം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് പറയേണ്ട സമയത്ത് കൂടിയാലോചനകൾക്ക് ശേഷം പാർട്ടി ചെയർമാൻ വ്യക്തമാക്കും. ഏതോ ഒരു കാര്യത്തിലാണെങ്കിലും
അതിന് അർത്ഥശങ്കയില്ലാത്ത കാര്യമല്ല. ഇനി ആ ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തിയുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും എതിർപ്പ് നിഷ രാഷ്ട്രീയത്തിൽ വരുന്നതിന് താങ്കൾക്കുണ്ടോ? എനിക്ക് എന്ത് എതിർപ്പ്? അവർ നല്ല നിലയിൽ സോഷ്യൽ ആയിട്ട് ഇടപെടുകയും പ്രവർത്തിക്കുകയും സാമൂഹിക സേവന രംഗത്തൊക്കെ പ്രവർത്തിച്ചു വരുന്നൊരു വ്യക്തിയാണല്ലോ. അല്ല, അവരങ്ങനെ മാറി നിൽക്കുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ അവരുടെ പ്രവർത്തനത്തെ കാണുകയും കണ്ടറിയുകയും ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ നിലയിൽ ചിന്തിച്ചാൽ എന്ത് തെറ്റു പറയാൻ പറ്റും? അതൊന്നുമല്ല വിഷയം. അതൊക്കെ അതിനകത്തൊരു വിഷയമല്ല. ഇതൊക്കെ പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കുന്ന സമയത്ത്, പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പാർട്ടി ചെയർമാൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ഞാൻ മത്സരിക്കണം തീരുമാനിച്ചിട്ടില്ല. ഈ അവസാനമായി ചോദിച്ചാൽ ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കുന്നതാണ് നല്ലതെന്ന് ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞല്ലോ. അല്ല, താങ്കൾക്ക് പാലയാണോ? ഞാൻ ഏത് കാര്യം പറയുമ്പോൾ അതിൻ്റെതായ അർത്ഥത്തെ ചിന്തിക്കുന്നൊരു സ്ഥിതിവിശേഷം കാണാത്തത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ ഭാവി രാഷ്ട്രീയ ചിന്തകളും തീരുമാനവും എല്ലാം പാർട്ടി ചെയർമാൻ തന്നെ അനൗൺസ് ചെയ്യും. എനിക്കെന്തെങ്കിലും അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുകയോ പറയുകയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് പാർട്ടി ചെയർമാനോടായിരിക്കും ഇനി ഞാൻ പറയുക. അല്ല, ഇതിനകത്തൊരു പ്രശ്നം, ഇത് കാണുന്ന ആളുകൾ, നമ്മൾ വ്യക്തത വരുത്താൻ വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. ഇത് കാണുന്ന ആളുകൾ മുമ്പ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ എന്നൊരു സംശയം. ഒരിക്കലുമില്ല. കറക്റ്റ് അന്നും പറഞ്ഞിട്ടുള്ളൂ, ഇന്നും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പാലായിൽ ചെയർമാൻ മത്സരിക്കുമെന്ന് പറയുന്നത് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം കേരള കോൺഗ്രസ് ഓഫീസിലെ പത്രസമ്മേളനത്തിൽ വെച്ചാൽ അതെന്തുകൊണ്ട് അന്ന് ആർക്കും മനസ്സിലാകാത്തത്? ഞാനത് ആദ്യം പറഞ്ഞാൽ നമ്മളിവിടെ സംസാരിച്ചപ്പോൾ ഒരു ദിവസം പറയാതെ പറഞ്ഞു, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, പരസ്യമായി പറഞ്ഞല്ലോ. കേരള കോൺഗ്രസ് ഓഫീസ് പാർലമെൻ്ററി പാർട്ടിക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഇതേ വിഷയം തന്നെ പറഞ്ഞല്ലോ. അതേ വിഷയമല്ല ഞാൻ വീണ്ടും പറഞ്ഞില്ല, പുതിയ കാര്യമൊന്നും പറയാമല്ലോ. പക്ഷേ അതിപ്പോൾ താങ്കൾ ഓൺ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എന്തിനാണ് ഓൺ ചെയ്യുന്നത്? ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ഓൺ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കേരള കോൺഗ്രസിൻ്റെ നിലപാടിനെ കൃത്യമായി പാർട്ടി ചെയർമാൻ വ്യക്തമാക്കും. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്കെന്തെങ്കിലും കാര്യങ്ങൾ അതിൽ പറയാനുണ്ടെങ്കിൽ പാർട്ടി ചെയർമാനുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടിക്കകത്ത് സംസാരിക്കും. ഞങ്ങൾ പറയുന്നതിനകത്ത് ഒരു തരത്തിലുള്ള തർക്കങ്ങളില്ലെങ്കിലും തർക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യം ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് എന്നെ കേൾക്കുന്ന ജനം തെറ്റിദ്ധരിക്കരുത്. എൻ്റെ നിലപാട് കേരള കോൺഗ്രസിനൊപ്പം ജോസ് കെ മാണിയോടൊപ്പം മാണി സാറിൻ്റെ ആത്മാവാണ് എന്നെ നിലനിർത്തിയിട്ടുള്ളത്. മാണി സാറിനോടൊപ്പമായിരുന്നു എന്നും അന്നും നാളെയും. അതിന് യാതൊരു വ്യത്യാസം എനിക്കില്ല. വളരെ നല്ല രീതിയിൽ സതുദ്ദേശത്തോടെ പറഞ്ഞ ഒരു കാര്യം വിവാദമായതിൻ്റെ ഒരു പരിഭവം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ആനുകാലികമായി അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾക്കെല്ലാം കൃത്യമായ മറുപടിയും റോഷി അഗസ്റ്റിൻ നൽകി. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.